ഹായ് ഹലോ. സെൽഫ് ലവ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം? ഞാൻ നിങ്ങളെ സഹായിക്കുന്നു. ഏഞ്ചൽ ബ്ലെസ്സിംഗ് ടാരോ റീഡിംഗ്. സ്വന്തം വാല്യൂ മറന്നുപോയി ജീവിതത്തിൽ ഒന്നുമല്ലാതെ ആയിപ്പോയ വ്യക്തിയാണോ നിങ്ങൾ? നിങ്ങളെക്കാളും അധികമായി മറ്റൊരു വ്യക്തിയെ ജീവിതത്തിൽ സ്ഥാനം കൊടുത്ത് സ്നേഹിച്ചു ജീവിതത്തിൽ പരാജയം അനുഭവിക്കേണ്ടി വന്ന വ്യക്തിയാണോ നിങ്ങൾ? നിങ്ങളുടെ ഇമോഷണൽ സപ്പോർട്ടിന് വേണ്ടി മറ്റുള്ള വ്യക്തികൾക്ക് വേണ്ടി നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയവും നിങ്ങളെ തന്നെ മാറ്റിവെച്ച നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇതെല്ലാം നിങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്ന് ഒരു പരിഗണനയും ലഭിക്കാതെ അവഗണനയ്ക്ക് മാത്രം ഇരയായ വ്യക്തിയാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ പോകുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അധികമായി തന്നെ. നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്ന സമയം ഒറ്റപ്പെടുന്ന അവസ്ഥയിലാണ് എങ്കിൽ, ജീവിതത്തിൽ ഒരുപാട് നിമിഷങ്ങളെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന സമയമാണ് എങ്കിൽ, നിങ്ങൾ ജീവന് തുല്യം സ്നേഹിച്ച വ്യക്തി നിങ്ങൾക്ക് യാതൊരു വിലയും തരാതെ നിങ്ങളെ ഉപേക്ഷിച്ചു പോയി എങ്കിൽ, നിങ്ങൾ കരഞ്ഞു നശിച്ചു പോകേണ്ട വ്യക്തിയല്ല. നിങ്ങൾ നിങ്ങളുടെ ജീവനെ നശിപ്പിച്ചു കളയേണ്ട വ്യക്തിയുമല്ല. നിങ്ങൾ ഇരിക്കുന്നത് ഏത് സ്ഥലത്താണോ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള സ്ഥലം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിവർന്നിരുന്നു കൊണ്ട് നിങ്ങൾ ദീർഘശ്വാസം എടുത്തു വിടുക. നിങ്ങൾ ഇരിക്കുന്നതിന് അഭിമുഖമായി ഒരു കണ്ണാടി വയ്ക്കുക. നിങ്ങൾ മുഖം നോക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തുമാത്രം പെയിൻ അനുഭവിച്ചോ ആ പെയിൻ എല്ലാം നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരിക. എത്രത്തോളം പെയിൻ നിങ്ങൾ അനുഭവിച്ചോ ആ ചിന്തയിൽ എല്ലാ പെയിനും വന്ന് ചേരട്ടെ. പതുക്കെ നിങ്ങൾ നിങ്ങളുടെ എതിർവശത്തിരിക്കുന്ന കണ്ണാടിയിൽ കാണുന്ന വ്യക്തിയെ നിങ്ങളുടെ സോളായി സങ്കല്പിക്കുക. അത് മറ്റൊരു വ്യക്തിയാണ്. നിങ്ങളുടെ മനസ്സിൽ എന്തെല്ലാം വിഷമങ്ങളുണ്ടോ, എത്രത്തോളം പെയിൻ നിങ്ങൾ അനുഭവിച്ചു വന്നോ, നിങ്ങളെ ആരാണ് ചതിച്ചത്, നിങ്ങൾക്ക് എവിടെയാണ് നഷ്ടങ്ങൾ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത് എന്നെല്ലാം പറഞ്ഞ് നിങ്ങൾ ആ വ്യക്തിയുടെ മുന്നിൽ പൊട്ടിക്കരയുക. എത്രത്തോളം ഉച്ചത്തിൽ കരയാൻ സാധിക്കുമോ അത്രത്തോളം ഉച്ചത്തിൽ തന്നെ കരഞ്ഞു തീർക്കുക. കരയുമ്പോൾ ശ്രദ്ധിക്കുക, മറ്റുള്ളവർ കേൾക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഇത് നിങ്ങളും നിങ്ങളുടെ സോളും മാത്രം അറിയേണ്ട ചില കാര്യങ്ങളാണ്. നിങ്ങളുടെ വിഷമങ്ങളെല്ലാം പറഞ്ഞ് കരഞ്ഞ് തീർന്നതിന് ശേഷം ഇതുപോലെ ഒരു വ്യക്തി നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇതേ സിറ്റുവേഷൻ പറഞ്ഞ് കരയുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന മറുപടി, അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് എന്ത് മറുപടിയാണ് നിങ്ങൾ കൊടുക്കുന്നത്, അതേ മറുപടി കണ്ണാടിയിലുള്ള നിങ്ങളുടെ സോൾ നിങ്ങളോട് സംസാരിക്കുന്നതായി നിങ്ങൾ തന്നെ സംസാരിക്കുക. നിങ്ങളുടെ പ്രതിച്ഛായ നിങ്ങളോട് സംസാരിക്കുന്നത് മറ്റൊരു വ്യക്തിയായി വിശ്വസിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രശ്നത്തിന് സൊല്യൂഷനായി സംസാരിച്ചു കൊണ്ടിരിക്കുക. ആ വ്യക്തി എങ്ങനെയായിരുന്നോ, നിങ്ങളൊരു വ്യക്തിയുടെ പേരിലാണോ നിങ്ങൾ വിഷമിച്ച് കരയുന്നത്, അപ്പം ആ വ്യക്തി നിങ്ങളോട് കാണിച്ച കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് നീ ഒരു നല്ല സോളാണെന്നും സ്ട്രോങ് ആയ വ്യക്തിയാണെന്നും മറ്റുള്ളവരുടെ മുമ്പിൽ നീ സ്നേഹത്തിന് വേണ്ടി യാചിക്കേണ്ടവളല്ല എന്നും അല്ലെങ്കിൽ യാചിക്കേണ്ടവനല്ല എന്നും നിങ്ങളുടെ സോള് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് പോലെ നിങ്ങൾ കരഞ്ഞു തീർത്ത എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രതിവിധി എന്ന പോലെ, ഒരു പോസിറ്റീവ് വൈബ് എന്ന പോലെ നിങ്ങളുടെ സോള് നിങ്ങളോട് സംസാരിക്കുന്നതായി നിങ്ങൾ സംസാരിക്കുക. ഇത് സ്ഥിരമായി നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. നിങ്ങൾക്കുള്ള വിഷമങ്ങളും നിങ്ങൾക്കുള്ള പരാതികളും സങ്കടങ്ങളുമെല്ലാം നിങ്ങൾ കരഞ്ഞു തീർക്കേണ്ടത് നിങ്ങളുടെ കണ്ണാടിയുടെ മുന്നിലാണ്. അതേ കണ്ണാടി തന്നെ ആയിരിക്കണം നിങ്ങൾക്ക് സ്ട്രോങ് തരേണ്ടത്. നീ ഇങ്ങനെ കരഞ്ഞു തീർക്കേണ്ട വ്യക്തിയല്ല, നീ സ്ട്രോങ് ആയ ഒരു വ്യക്തിയാണ്, നീ നശിച്ചു പോവേണ്ടവളല്ല, അല്ലെങ്കിൽ നീ നശിച്ചു പോവേണ്ടവനല്ല എന്ന് സ്ട്രോങ് ആക്കിക്കൊണ്ടുള്ള വാക്കുകളും ആ കണ്ണാടിയിൽ നിന്ന് കരഞ്ഞു തീരുന്നതിനോടൊപ്പം തന്നെ അതേ വാക്കുകൾ ആ കണ്ണാടിയിൽ നിന്ന് തിരിച്ചു വരേണ്ടതാണ്. നിങ്ങൾ തന്നെ മറുപടി കൊടുക്കേണ്ടതാണ്.
ഈ പ്രാക്ടീസ് നിരന്തരമായി ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളിലുള്ള നെഗറ്റിവിറ്റി പൂർണ്ണമായും 100% നിങ്ങളിൽ നിന്ന് കുറയുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി ഉയരുന്നതായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകും. എന്തൊരു കാര്യവും നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് ചെയ്യുവാൻ ആ ഒരു സംഭാഷണത്തിന് ശേഷം നിങ്ങൾക്ക് മുന്നോട്ട് ഓരോ കാര്യങ്ങൾക്കും പോസിറ്റീവായ വാക്കുകളായിരിക്കും നിങ്ങളിൽ നിന്ന് പുറത്തോട്ട് വരുന്നത്. സ്ഥിരമായി രാവിലെ ഉണർന്നാൽ ഉടൻ തന്നെ നിങ്ങൾ കണ്ണാടിക്ക് മുന്നിൽ ചെല്ലുക. കണ്ണാടിയിൽ കാണുന്ന നിങ്ങളുടെ പ്രതിബിംബത്തെ നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തായി, നിങ്ങളുടെ സോളിനെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നിങ്ങൾ കാണുക. മറ്റൊരു വ്യക്തിയും ഈ ഭൂമിയിലുള്ള നിങ്ങളെ മനസ്സിലാക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ രഹസ്യം സൂക്ഷിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തികളും ഈ ഭൂമിയിലില്ല. നിങ്ങളുടെ സോൾ അല്ലാണ്ട് മറ്റൊരു വ്യക്തിയും നിങ്ങളെ മനസ്സിലാക്കില്ല. അത് കാരണം രാവിലെ ഉണർന്നാൽ നിങ്ങളുടെ സോളിനോട് പോയി സംസാരിക്കുക, ഗുഡ് മോർണിംഗ് പറയുക. ആദ്യമേ നമ്മൾ കാണാത്തതോ അല്ലെങ്കിൽ നമുക്ക് റെസ്പെക്റ്റ് ചെയ്യാത്തതോ ആയിട്ടുള്ള വ്യക്തികൾക്ക് നമ്മൾ ഗുഡ് മോർണിംഗ് പറയാറുണ്ട്. ഒരിക്കൽ പോലും നമ്മുടെ സോളിനോട് നമ്മളോട് തന്നെ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്താൽ എങ്ങനെയിരിക്കും? സെൽഫ് ലവ് ആഗ്രഹിക്കുന്ന വ്യക്തികൾ രാവിലെ ഉണർന്ന് കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് പുഞ്ചിരിയോടുകൂടി തന്നെ നിങ്ങളുടെ പ്രതിബിംബത്തെ, നിങ്ങളുടെ സോളിനെ നിങ്ങൾ നോക്കുക. ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ് നിങ്ങളുടെ സോളിനെ നോക്കി നല്ല ശക്തിയായി, നല്ല പവർഫുള്ളായി ഒന്ന് പുഞ്ചിരിക്കുക. നിങ്ങളുടെ അന്നത്തെ ആദ്യത്തെ പോസിറ്റീവ് എനർജി അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും സൗന്ദര്യവും കോൺഫിഡൻസുമുള്ള വ്യക്തി ഈ കണ്ണാടിയിൽ കാണുന്ന നീയാണ് എന്ന് ആ കണ്ണാടിയോട് തന്നെ നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഓരോ സ്റ്റെപ്പായി വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. നമ്മുടെ സന്തോഷവും സമാധാനവും നമ്മൾ തന്നെയാണ്. സ്വർഗവും നരകവും സൃഷ്ടിക്കുന്നത് നമ്മളിൽ തന്നെയാണ്. ദുഃഖവും സന്തോഷവും നിയന്ത്രിക്കുന്നതും നമ്മൾ തന്നെയാണ്. മറ്റൊരു വ്യക്തിക്കും നിങ്ങളുടെ ഇമോഷൻ്റെ താക്കോൽ ഏൽപ്പിക്കാതിരിക്കുക. മനുഷ്യ സഹജമായ ബ്രെയിൻ ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മളെ വേദനിപ്പിച്ചിരിക്കാം. പക്ഷേ ഉടൻ തന്നെ നമ്മുടെ സോള് നമ്മളെ സമാധാനിപ്പിക്കുന്നതായിട്ട് അവിടെ നിങ്ങൾക്ക് ആ ഒരു ഉത്തരം അവിടെ ലഭിക്കേണ്ടതുമാണ്. ഏത് വിഷയത്തിലാണോ നിങ്ങൾ തകരുന്നത് അല്ലെങ്കിൽ പെട്ടെന്നൊരു വിഷമം വരുന്നത്, ആ വിഷമത്തിൽ തന്നെ നിങ്ങളുടെ സോള് നിങ്ങളോട് സംസാരിച്ചു, അത് ഇന്ന കാര്യം കൊണ്ടാണ്, അതിന് സോൾവ് ചെയ്യുന്ന രീതിയിൽ സംസാരവും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങളിൽ തന്നെ അതിന് സോൾവ് ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്കൊരു വിഷമ സന്ധി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വിഷമ സമയം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റൊരു വ്യക്തിയെ സമീപിക്കുന്നതിൽ നല്ലത് നിങ്ങളിൽ തന്നെ സമീപിക്കുക. ഞാൻ പറയുന്നത് വ്യക്തമാകുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളിലുള്ള സൊല്യൂഷൻ, നമ്മൾ ചെയ്ത പ്രവൃത്തിയിലുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം മറ്റൊരു വ്യക്തിക്കല്ല, അത് അനുഭവിച്ചത് നമ്മളാണ്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷനും അതിൻ്റെ ഏറ്റവും കറക്റ്റായിട്ട് കൊടുക്കാൻ കഴിയുന്ന വ്യക്തി നമ്മുടെ സോള് തന്നെയാണ്, നമ്മൾ തന്നെയാണ്. മറ്റൊരു വ്യക്തിക്കും നമ്മൾക്കുണ്ടായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാക്കാൻ അല്ലെങ്കിൽ പരിഹാരം കൊണ്ടുതരാൻ കഴിയില്ല. നിങ്ങൾ കണ്ണാടിയിൽ നോക്കി പറയേണ്ടത് നിങ്ങൾ സ്ട്രോങ് ആയിട്ടൊരു വ്യക്തിയാണ്. ഈ ലോകത്തിലുള്ള ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ പവർഫുള്ളായിട്ടുള്ള ഓരോ വ്യക്തികൾക്കുമുള്ള അതേ ഹാർട്ടും അതേ ബ്രെയിനും ശരീര അവയവങ്ങളെല്ലാം നിങ്ങളിലുമുണ്ട്. എന്തുകൊണ്ട് നിങ്ങളിൽ ആ ഒരു മാറ്റം വരുന്നില്ല? അവർ ചിന്തിച്ചതുപോലെ സെൽഫ് ലവ് അതും നിങ്ങളിൽ വരേണ്ടതായിട്ടുണ്ട്. ഇതുവരെയും നമ്മളില്ലാതിരുന്ന ആ സെൽഫ് ലവ് നമ്മളിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. പല വ്യക്തികളും അഹങ്കാരത്തോടെ സംസാരിക്കുന്നതാണ് സെൽഫ് ലവ് എന്ന് ചിന്തിക്കാറുണ്ട്. ഒരിക്കലുമല്ല. മറ്റ് വ്യക്തികൾക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് കൊടുത്തും അവർ സംസാരിക്കുന്നതിൽ പോസിറ്റീവും നെഗറ്റീവും എല്ലാം മനസ്സിലാക്കി അതിൻ്റെ ശക്തമായ രീതിയിൽ തന്നെ ഉത്തരങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതാണ് സെൽഫ് ലവ്. അല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ വാദിച്ച് ജയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തോന്നുന്ന രീതിയിൽ നമ്മളെ അവരുടെ മുമ്പിൽ ജയിച്ച് കാണിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതല്ല ഒരിക്കലും സെൽഫ് ലവ്. അതിനെ അഹങ്കാരം എന്നാണ് പറയുന്നത്. പല വ്യക്തികളും അഹങ്കാരത്തെ അലങ്കാരമായും
അതാണ് അവരുടെ സെൽഫ് ലവ് ആയും കരുതുന്നുണ്ട്. പക്ഷേ അത് അവരുടെ തെറ്റിദ്ധാരണയാണ്. ഒരിക്കലും അഹങ്കാരം വേറെയാണ്, സെൽഫ് ലവ് വേറെയാണ്. സെൽഫ് ലവ് ചെയ്യുന്ന വ്യക്തികൾക്ക് തന്നെപ്പോലെ തന്നെ താൻ എനർജിയാണെന്നും തന്നെപ്പോലെ തന്നെ മറ്റു വ്യക്തികളും എനർജിയാണെന്നും മനസ്സിലാക്കി പരസ്പരം സ്നേഹിക്കുവാനാണ് കഴിയുന്നത്. ഒരിക്കലും മറ്റൊരു വ്യക്തിയെ, മറ്റൊരു എനർജിയെ താഴ്ത്തി സംസാരിക്കുവാനോ തകർക്കുവാനോ ശ്രമിക്കുന്ന വ്യക്തിയാകില്ല സെൽഫ് ലവ് ചെയ്യുന്ന ഒരു വ്യക്തികളും. യഥാർത്ഥ സെൽഫ് ലവ് തന്നോടൊപ്പം തന്നെ താൻ എനർജിയാണ്, തനിക്ക് മുന്നിലുള്ള വ്യക്തികളും എനർജിയാണ് എന്ന് ചിന്തിക്കുക. ഇപ്പം എന്നെ കേൾക്കുന്ന നിങ്ങൾ, ഞാൻ യൂണിവേഴ്സ് മദർ എന്ന് ഞാൻ സംബോധന ചെയ്യും. കാരണം നിങ്ങളും യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗമാണ്, ഞാനും യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗമാണ്. ഈ ലോകത്തിൻ്റെ അവയവങ്ങളാണ് നമ്മൾ എന്ന് ചിന്തിച്ചാൽ എല്ലാം പോസിറ്റീവായി തീരും. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ സെൽഫ് ലവിന് വേണ്ടി? എങ്കിൽ മാറി ചിന്തിക്കാം. എന്നെ നിയന്ത്രിക്കുവാൻ മറ്റൊരാൾക്കും സാധ്യമല്ല. എൻ്റെ ചിന്തയുടെ താക്കോൽ എൻ്റെ കയ്യിൽ തന്നെയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഇന്നു മുതൽ ഞാൻ എന്നെ സ്നേഹിക്കുന്നു. എൻ്റെ ശബ്ദം, സൗന്ദര്യം, നിറം, രൂപം എന്തു തന്നെ ആയിരുന്നാലും, ഏത് അവസ്ഥയിലാണോ ആ അവസ്ഥയിൽ തന്നെ. മറ്റുള്ളവരുടെ കാഴ്ചയിൽ എനിക്ക് കുറവുകളും കുറ്റങ്ങളും ഉണ്ടായെന്നിരിക്കും. എന്നാൽ എൻ്റെ കാഴ്ചയിൽ ഞാൻ പെർഫെക്റ്റ് ആണ്. എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് യൂണിവേഴ്സാണ്. യൂണിവേഴ്സിൻ്റെ കരങ്ങളിൽ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതാണ് ഞാൻ. എന്നെ ഇങ്ങനെ സൃഷ്ടിക്കാനാണ് യൂണിവേഴ്സിന് ഇഷ്ടം തോന്നിയിരിക്കുന്നത്. ഞാൻ എന്നിൽ സമ്പൂർണനാണ്. എനിക്ക് സന്തോഷിക്കുന്നതിന് മറ്റൊരു വ്യക്തിയുടെയും സാന്നിധ്യമോ ഹെൽപ്പോ ആവശ്യമില്ല. ഞാൻ സ്വയം സന്തോഷമാണ്, ഞാൻ സ്വയം സമാധാനമാണ്. ഞാൻ എൻ്റെ സോളിനെ എപ്പോഴും സ്നേഹിക്കുന്നു, സമാധാനപ്പെടുത്തുന്നു, സന്തോഷിപ്പിക്കുന്നു. ഞാൻ എന്നെ ബെറ്റർ ആക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എനിക്ക് കിട്ടുന്ന സമയത്തിൽ ഞാൻ എൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും എൻ്റെ ആരോഗ്യം നിലനിർത്തുവാനും എൻ്റെ ശരീര ഷേപ്പിൽ മാറ്റം വരുത്തുവാനും ഞാൻ ആഗ്രഹിക്കുന്ന നിലയിൽ എൻ്റെ ഷേപ്പിനെ കൊണ്ടുവരുവാനും എനിക്ക് കഴിയും. ഞാൻ എൻ്റെ സോളിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഒരിക്കലും വേദനിപ്പിക്കാറില്ല, ഇനി വേദനിപ്പിക്കുകയുമില്ല. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ മറ്റൊരാളിനു വേണ്ടിയിട്ടും അവരുടെ മുമ്പിൽ യാചകിയായി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഞാൻ പറഞ്ഞു വിടില്ല. എനിക്ക് ആവശ്യമുള്ള നോളജ് ഞാൻ തന്നെ കണ്ടെത്തും. എന്നിലെ ടാലൻറ്റ് എന്താണോ അത് ഞാൻ വർദ്ധിപ്പിക്കും. എൻ്റെ സോളുമായി ഞാൻ ഡിസ്കസ് ചെയ്യും. ഈ ഭൂമിയിലെ ആരെക്കാളും ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ആരുടെ മുന്നിലും ഞാൻ എന്നെ താഴ്ത്തി പറയുകയില്ല. ഞാൻ ഒരു സ്നേഹത്തിന് വേണ്ടിയും യാചിക്കുകയില്ല. കാരണം ഞാൻ സ്നേഹമാകുന്നു. എനിക്ക് മറ്റുള്ള വ്യക്തിയുടെ സ്നേഹം എന്നിലേക്ക് ഒഴുകേണ്ട കാര്യമില്ല. കാരണം ഞാൻ സ്നേഹമാകുന്നു. എന്നിൽ നിന്നാണ് സ്നേഹം മറ്റുള്ളവരിലേക്ക് ഒഴുകിപ്പോകുന്നത്. എന്നെ കാണുന്നവർക്ക്, എന്നോട് മിണ്ടുന്നവർക്ക് സമാധാനം എന്നിൽ നിന്ന് ഒഴുകിയെത്തും. കാരണം ഞാൻ അട്രാക്റ്റീവ് പേഴ്സണാണ്. ഞാൻ എന്താഗ്രഹിക്കുന്നോ അത് ഞാൻ നേടിയെടുക്കുക തന്നെ ചെയ്യും. എന്തും ഞാൻ എന്നിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു പവർഫുൾ സോളാണ്. ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ ബഹുമാനിക്കുന്നു, ഞാൻ എന്നെ ആരാധിക്കുന്നു. ഐ ലവ് മീ. താങ്ക് യു യൂണിവേഴ്സ്. ഈ മനോഹരമായ യൂണിവേഴ്സിൽ എനിക്ക് ജന്മം ലഭിച്ചതിന് എൻ്റെ മാതാപിതാക്കളോടും എനിക്ക് അറിവ് പകർന്നു തന്ന ചെറുതും വലുതുമായ എന്തിനോടും ഞാൻ നന്ദിയുള്ളവനായിരിക്കുന്നു. ഇനി മുതൽ എന്നേക്കും ഞാൻ എൻ്റെ സോളിനെ സന്തോഷിപ്പിക്കും, ബലപ്പെടുത്തും. ഈ എനർജി, ഈ വീഡിയോ, ഈ വാക്കുകൾ എന്നിലെത്തിച്ച യൂണിവേഴ്സിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു.